അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്നിവയിൽ ISM അല്ലെങ്കിൽ ടൈപ്പിറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് മലയാളം ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടാകാം, ടൈപ്പ് ചെയ്യാൻ കഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇനി ടൈപ്പിറ്റ് അല്ലെങ്കിൽ ISM ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് എന്ന് അറിയാത്തവരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എങ്ങനെ മലയാളം ഈസിയായി ടൈപ്പ് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ന്യൂ ടാബ് എടുക്കുക. അതിൽ ഗൂഗിൾ എഴുത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം വരുന്ന ഒരു ഗൂഗിൾ എഴുത്ത് ഉപകരണങ്ങൾ ഇങ്ങനെയൊരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പണായി വരിക. അതിൽ ഇത് പരീക്ഷിച്ച് നോക്കൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ എഴുത്ത് ഉപകരണങ്ങൾ ഓൺലൈനിൽ പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെയൊരു വിൻഡോ കാണും. ഇതിൽ എല്ലാ ലാംഗ്വേജും ഉണ്ട്. ആഫ്രിക്കൻസ്, അസ്ലാമീസ്, ഇംഗ്ലീഷ്, അങ്ങനെ കുറേ ലാംഗ്വേജ് ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഫോണിൽ മംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഫോണിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെ എല്ലാവർക്കും അവിടെ വന്നിട്ടുണ്ടാവും. നമ്മളങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ശുഭദിനം അവിടെ വന്നിട്ടുണ്ട്. ശുഭദിനം നേരുന്നു, അതും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സാധാരണ നമ്മൾ ചാറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന മംഗ്ലീഷ് നമ്മൾ മൊബൈലിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് മലയാളത്തിൽ നമ്മുടെ ലാപ്ടോപ്പിൽ കിട്ടും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കിട്ടും. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ.